ഇന്ന് മഹാകവി കാളിദാസനെ കുറിച്ച് ഒരു കഥ പറയാം. ഭഗവതിയുടെ നേരിട്ടുള്ള അനുഗ്രഹം കിട്ടിയ മനുഷ്യജന്മമാണ് മഹാകവി കാളിദാസന്റേത്. ഭോജരാജാവും കാളിദാസനും വലിയ സുഹൃത്തുക്കളായിരുന്നു. പലപ്പോഴും ഒരു വഴക്കിട്ട് പിരിഞ്ഞിട്ടുമുണ്ട്. ഇത്രയും മനോഹരമായി എഴുതുന്ന തന്റെ ഏറ്റവും നല്ല അടുത്ത സുഹൃത്തു കൂടിയായ കാളിദാസൻ താൻ മരണപ്പെട്ടാൽ എന്തായാലും മനോഹരമായൊരു ചരമഗീതം എഴുതും എന്ന് ഭോജരാജാവിന് അറിയായിരുന്നു. എന്നാൽ അത് താൻ മരിച്ചു കഴിഞ്ഞിട്ട് എഴുതിയിട്ട് എന്താ കാര്യം? എനിക്ക് കൂടി കേൾക്കണ്ടേ? അതുകൊണ്ട് ഇപ്പോ അത് എഴുതണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. താൻ എഴുതുന്നത് സത്യമായ വരികളാണ്, അതുകൊണ്ട് ഞാനത് എഴുതുന്ന പക്ഷം അങ്ങ് അപ്പോ തന്നെ മരണപ്പെടുമെന്ന് കാളിദാസൻ പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോ അത് ചെയ്യാൻ പറ്റില്ല എന്ന് കാളിദാസൻ പറയുകയാണ്. അങ്ങനെ അവര് തമ്മിൽ പതിവ് പോലെ വലിയ വാഗ്വാദമായി. കാളിദാസൻ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. രാജാവ് തന്റെ ആജ്ഞ ലംഘിച്ച സുഹൃത്തു കൂടിയായ കാളിദാസനോട് ദേഷ്യപ്പെട്ട് കാലം കഴിച്ചു കൂട്ടി. പതുക്കെ പതുക്കെ ദേഷ്യം മാറിയപ്പോ അദ്ദേഹം കാളിദാസനെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു. അതിനായി അദ്ദേഹം ഒരു ശ്ലോകം എഴുതി അതിന്റെ ബാക്കി എഴുതി നൽകുന്നവർക്ക് സമ്മാനം നൽകും എന്ന് വിളംബരം ചെയ്തു. കാളിദാസന് അഭയം കൊടുത്ത വീട്ടിലെ വൃദ്ധ ഇതറിയുകയും തനിക്ക് ഇത് എഴുതി തരണം എന്ന് അപേക്ഷിച്ചു. അങ്ങനെ അദ്ദേഹം ആ വൃദ്ധയ്ക്ക് അത് എഴുതി കൊടുത്തു. രാജാവിന് കാര്യം പിടികിട്ടി. വൃദ്ധയെ പിന്തുടർന്ന് ആളെ കണ്ടുപിടിക്കുകയും ചെയ്തു. വേഷം മാറി രാജാവ് കാളിദാസന്റെ അടുത്തെത്തി വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തില് ഭോജരാജാവ് മരിച്ചുപോയി എന്ന് കള്ളവും പറഞ്ഞു. പെട്ടെന്ന് കാളിദാസൻ താൻ കൊട്ടാരത്തിൽ നിന്നും മാറി നിന്നത് തന്റെ സ്നേഹിതന്റെ ആയുസിനു വേണ്ടിയായിരുന്നല്ലോ, എന്നിട്ടും അത് സംഭവിച്ചോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചു. അദ്ദേഹത്തിന്റെ ചരമഗീതം അപ്പോൾ തന്നെ എഴുതി ചൊല്ലി. അതോടുകൂടി തന്റെ അടുത്ത് നിന്നിരുന്ന ആള് മരിച്ചു വീണു. അപ്പോഴാണ് കാളിദാസന് അത് ഭോജരാജാവ് തന്നെയായിരുന്നു എന്ന് മനസ്സിലായത്. തന്റെ വരികൾക്ക് ഒരാളുടെ ജീവൻ എടുക്കാമെങ്കിൽ അതേ വരികൾക്ക് ഒരാളുടെ ജീവൻ നൽകാനും കഴിയണമെന്ന് ദേവിയോട് കാളിദാസൻ പ്രാർത്ഥിച്ചു, സ്തുതിച്ചു. അപ്പോ ചൊല്ലിയ സ്തുതിയാണ് ശ്യാമളാദണ്ഡകം. ദേവി പ്രസാദിച്ച് ഭോജരാജാവിന് വീണ്ടും ജീവൻ നൽകി. കാളിദാസ രചനയുടെ മഹാത്മ്യം ലോകത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സന്ദർഭമായി ഈ സംഭവത്തെ കാണാം. കാരണം കാളി തന്നെ സ്വയം വിദ്യാരംഭം നാവിൽ കുറിച്ച മനുഷ്യനാണ് കാളിദാസൻ. അപ്പോ അദ്ദേഹത്തിന്റെ അക്ഷരങ്ങളുടെ മഹിമ അത്രത്തോളം ഉണ്ടാവും.